അതുപോലൊരു ആഗ്രഹം എനിക്കുണ്ട്, എൻ്റെ മോൻ്റെ ഇതൊരു മൊമെന്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്താ പറയാ, ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു പടത്തിൽ അഭിനയിക്കുക, ആ പടം സക്സസ് ആവുക, അതിനൊരു പാർട്ടി വെക്കുക, അതിൽ പങ്കെടുക്കാൻ കഴിയുക, ഒരു മൊമെന്റ് കിട്ടുക. ഈ മൊമെന്റൊക്കെ കിട്ടിയിട്ട് കാലം കുറേ. ഒരുപാട് പടത്തിന്റെ മൊമെന്റ് വീട്ടിലിരിക്കുന്നുണ്ട്, 150-200 ദിവസത്തിന്റെ. പക്ഷെ ഈ അടുത്തുള്ള കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ്. അതിൽ വളരെ സന്തോഷം. പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിനു എന്നോട് പറഞ്ഞു, ചേട്ടാ അടുത്ത പടത്തില് ഒരു വേഷം ചെയ്യണം. ഞാൻ ജിനുവിനോട് ചോദിച്ചു, എന്താണ് വേഷം വെച്ചത്? പോലീസ് വേഷമാണോ? ഞാൻ അപ്പോഴേ ജിനുവിനോട്, ജിനു എന്തിനാണ് പോലീസ് വേഷം? ചേട്ടാ കഥ കേൾക്ക്, എന്നിട്ട് തീരുമാനിക്കും. ഫുൾ കഥ പറഞ്ഞപ്പോ ജിനുവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ജിനുവിനോട് ചോദിച്ചു, എന്താണ് ജിനു ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയെന്ന് ചോദിച്ചു. ജിനു പറഞ്ഞു, ചേട്ടാ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചത്. ഒരു നിലയ്ക്ക് ഇടവും വല്ലതും വിടാതെ വളരെ മനോഹരമായിട്ട്. അതിൽ കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ, അതുപോലെ മറ്റു ക്രൂസ്, പിന്നെ ഹീറോ, അത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും കണ്ടക്കിയിരുന്ന വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തിരുന്ന മൂവിയാണ്. സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞവരെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ കുറെ കാലങ്ങളായി ഒരു മൊമെന്റ് വാങ്ങിച്ചിട്ട്, കുറെ മൊമെന്റ് വീട്ടിലിരിപ്പുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ടോവിനോയുടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതുപോലൊരു ആഗ്രഹം എനിക്കുണ്ട്, എൻ്റെ മോൻ്റെ ഇതൊരു മൊമെന്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നമുക്ക് 2-3 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ്തുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്. 2 കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത്. എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, അസല് പടം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ, ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം പറഞ്ഞു. അതൊരു അത്ഭുതമാണുള്ളത്, പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയിപ്പോയി. എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി.